ഹോസ്റ്റലിലും പി ജിയിലെല്ലാം ജീവിച്ച് മടുത്തോണ്ട് തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട് ശരണിയും കൂടി ഒരു വീട് തപ്പിപ്പോക്കേനും ഒരു പ്രതീക്ഷയില്ലേനും. കാരണം എറണാകുളത്ത് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു വീടെല്ലാം കണ്ടുപിടിക്കാൻ. ഒന്നാമത് ഒടുക്കത്ത റെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ബാച്ചിലേഴ്സിന് കൊടുക്കില്ല, അതും പെൺകുട്ടിയൊക്കെ കൊടുക്കേയില്ല. ബട്ട് വൈ എൻ്റെ മുഖത്ത് ഈ വൈക്ക് ലഭ്യം. പക്ഷേ വീട് കിട്ടാത്തോണ്ടല്ല, നല്ലൊരു വീട് കിട്ടി. പക്ഷേ റെന്റ് നമ്മുടെ ബഡ്ജറ്റിനും ഏറെ അധികമായിരുന്നു. പക്ഷേ ആ വീടുണ്ടല്ലോ നല്ല ഇഷ്ടമായി. കുഞ്ഞ് 2 ഹാള്, 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു അടിപൊളി കിച്ചൺ, ഒരു എന്തായാലും പറയാ കിച്ചൻ്റെ അപ്പുറമുള്ള സാധനം വർക്ക് ഏരിയ, പിന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. സാധാരണ ഓരോ വീട്ടിലെല്ലാം പോയി എൻ്റെ ദൈവം ഇറങ്ങി ഓടാൻ തോന്നും. പക്ഷേ ഇത് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് ബാത്റൂം. കിച്ചണിന്റെ കളർ കോമ്പ് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല, പക്ഷേ അഹങ്കാരം പറയരുതല്ലോ, നല്ല രസമുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വേ ഔട്ട് ഓഫ് അവർ ബഡ്ജറ്റ്. പണ്ടൊക്കെ ഞാൻ ഈ റോഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഈ ഡ്രസ് ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷേ ഞാൻ നോക്കുന്ന മൊത്തം വീടുകളാണ്. ആ വീട് എനിക്ക് താമസിക്കാൻ കൊള്ളാം, ഈ വീട് എനിക്ക് താമസിക്കാൻ കൊള്ളാം, ആ വീട് ഈ വീട് നോക്കിയാണെങ്കിൽ അവസാനം ആടിന് കുത്തു കിട്ടുമെന്ന്. നല്ല പ്ലാൻ എ വർക്കൗട്ട് ആകാത്തോണ്ട് നമ്മൾ പ്ലാൻ ബി എടുത്തു. ഒരു ടർഫിന്റെ സൈഡിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചായ കുടിക്കാനെന്ന വ്യാജന പോയിട്ട് അവിടെയുള്ള ആൾക്കാരോട് വീട് അന്വേഷിച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി. എന്നിട്ട് നേരെ പോയി വീട് ചോദിച്ചതോ ആദ്യമായിട്ട് കൊച്ചിയിൽ വന്ന പിള്ളേരോട്. പിന്നെ ഇത് പഴംപൊരിയാണോ പഴം ബജിയാണോ എന്ന് എനിക്കറിയത്തില്ല. ബജിയുടെ മാവും അകത്ത് പഴവും കൊള്ളായിരുന്നില്ല. കൊള്ളില്ലായിരുന്നു.